ഹലോ സുഹൃത്തുക്കളെ, എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. പലരും എന്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു. എന്റെ ഉള്ളടക്കം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പിന്തുണക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ സൃഷ്ടിക്കാൻ നിങ്ങളുടെ പിന്തുണ എന്നെ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇന്ന് പഞ്ചസാര ചേർക്കാതെ ആരോഗ്യകരവും രുചികരവുമായ കാരറ്റ് ആൻഡ് ബനാന സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളുടെ വീട്ടിൽ ഇതിനകം തന്നെ ഉണ്ടായിരിക്കാവുന്ന ലളിതമായ ചേരുവകളാണ് ഈ എളുപ്പ പാചകക്കുറിപ്പ് ഉപയോഗിക്കുന്നത്. 2 പുതിയ കാരറ്റ് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ട് ആരംഭിക്കുക. കാരറ്റ് കഷ്ണങ്ങൾ ഒരു ബ്ലെൻഡറിൽ ചേർക്കുക. തുടർന്ന് 2 കപ്പ് വെള്ളം ഒഴിക്കുക. കാരറ്റ് പൂർണ്ണമായും മിനുസമാകുന്നതുവരെ എല്ലാം മിക്സ് ചെയ്യുക. അടുത്തതായി മിശ്രിതം പൾപ്പിൽ നിന്ന് ജ്യൂസ് വേർതിരിക്കാൻ അരിച്ചെടുക്കുക. പുതിയ കാരറ്റ് ജ്യൂസിന്റെ ഓരോ തുള്ളിയും വേർതിരിച്ചെടുക്കാൻ പൾപ്പ് നന്നായി അമർത്തുക. ഇത് നമ്മുടെ സ്മൂത്തിക്ക് മിനുസമാർന്നതും പോഷകസമൃദ്ധവുമായ ഒരു അടിത്തറ നൽകുന്നു. ഇപ്പോൾ 2 പഴുത്ത വാഴപ്പഴം കഷണങ്ങളായി മുറിച്ച് ബ്ലെൻഡറിൽ ചേർക്കുക. പുതിയ കാരറ്റ് ജ്യൂസ് ഒഴിക്കുക. തുടർന്ന് 2 കപ്പ് പാൽ ചേർക്കുക. മിശ്രിതം ക്രീമിയും മിനുസമാർന്നതും പൂർണ്ണമായും കൂടിച്ചേരുന്നതുമായി മാറുന്നതുവരെ എല്ലാം ഒരുമിച്ച് യോജിപ്പിക്കുക. അത്രമാത്രം. ഞങ്ങളുടെ ആരോഗ്യകരമായ കാരറ്റ് ബനാന സ്മൂത്തി ആസ്വദിക്കാൻ തയ്യാറാണ്. വാഴപ്പഴം പ്രകൃതിദത്തമായ മധുരം നൽകുന്നു, അതിനാൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പോഷകസമൃദ്ധവും ഉന്മേഷദായകവും രുചി നിറഞ്ഞതുമാണ്. ആ മനോഹരമായ നിറവും ക്രീമി ഘടനയും നോക്കൂ. പ്രഭാത ഭക്ഷണത്തിനോ ആരോഗ്യകരമായ ലഘുഭക്ഷണത്തിനോ അല്ലെങ്കിൽ ദിവസത്തിലെ ഏത് സമയത്തും ഒരു ഉന്മേഷദായക പാനീയത്തിനോ ഈ സ്മൂത്തി അനുയോജ്യമാണ്. നിങ്ങൾക്ക് ഈ പാചകക്കുറിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു തംസ് അപ്പ് നൽകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കുക. അങ്ങനെ എന്റെ വരാനിരിക്കുന്ന വീഡിയോകളൊന്നും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കണ്ടതിന് വളരെ നന്ദി. ഒരു അത്ഭുതകരമായ ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാം.